അപ്പോൾ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്ന മാംഗോ സാഗോ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇവിടെ എനിക്ക് കിട്ടിയ ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നല്ല പഴുത്ത മാങ്ങയും മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ആദ്യം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി മിൽക്ക് മെയ്ഡ് ഈ മാങ്ങയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ്. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സാബൂനരി എന്ന് തന്നെയാണ് പറയുക തോന്നുന്നു. ആ സാധനം നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ മൊത്തം തെറിച്ചു, അത് നോക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര കട്ടയായിട്ടായിരിക്കുന്ന സാധനം. അത് നമ്മൾ ഇളക്കിയൊന്നും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. ഇത് ഭയങ്കര ഒരു കട്ടിയുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അത് നല്ലപോലെ ഇളക്കിയിട്ട് ഈ സാബൂനയിൽ ഞാൻ ജസ്റ്റ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുത്തിട്ടാണ് ഉള്ളത്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇത് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമല്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐസ് ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അതും ചോയ്സാണ്. ഞാനിവിടെ ഒരു തണുപ്പിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ്. അതിന് മുന്നേ മിൽക്ക് മെയ്ഡ് അത് ഓപ്ഷനാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിൽ അടിച്ചതിൽ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ഫ്ലേവർ വരാത്തതുകൊണ്ട് ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളൂ. അങ്ങനെ ഒഴിക്കണം എന്നില്ല, അതിൻ്റെ കൂടെ അടിച്ചാലും മതി. ഇവിടെ ചേർക്കണം എന്നില്ല. എന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ആ ഒരു മധുരം ഒക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ് ക്യൂബ് ഇടുമ്പോൾ കുറച്ചും കൂടി തണുത്തതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് മാത്രം ഒരു ബദാമും അണ്ടിപ്പരിപ്പും ജസ്റ്റ് ഓവറാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗിയായി കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മാംഗോ സാഗോ ഗൈസ്.